ഈ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാർ ഓടിക്കാൻ കയറുമ്പോഴും നമ്മൾ ഏതാണ് ചവിട്ടേണ്ടത്? ബ്രേക്കിൽ ചവിട്ടും. അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങോട്ട് നോക്കാൻ പാടില്ല, കുനിഞ്ഞ് നോക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ റോഡിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വണ്ടി കയറുന്ന രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ പിടിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൽ പിടിക്കാൻ പഠിപ്പിച്ച പൊസിഷൻ 10-10 ആണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വണ്ടിക്കകത്ത് കയറി, ചില കുട്ടികൾ ഇരുന്നിട്ട് അവർ സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കില്ല, അവരെ കൈ മാറ്റി വെച്ചേക്കുള്ളൂ. കയറി ഇരുന്നാലുടൻ നമ്മൾ ഡോർ അടയ്ക്കുന്നു, സ്റ്റിയറിംഗ് കൈ പിടിക്കുന്നു. വണ്ടി ഓടിക്കാൻ പോകുന്നെങ്കിൽ ഫസ്റ്റ് ബ്രേക്കാണ്. പിടിയിട്ട് ബ്രേക്ക് ചെയ്യൂ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്ത് വരുത്തണം? സ്പീഡ് വരുത്തണം. ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ പെട്ടെന്ന് കാലെവിടെ പോകണം? ആക്സിലേറ്റർ. ഇത്രയേ ഉള്ളൂ. പക്ഷേ ആക്സിലേറ്ററിൽ ഇപ്പോൾ എന്ത് ചെയ്ത് കളഞ്ഞു? ചവിട്ടി താഴ്ത്തി. എന്ത് ചെയ്യാൻ പാടില്ല? താഴ്ത്താൻ പാടില്ല. അപ്പോൾ ആക്സിലേറ്ററിൽ കാല് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വച്ചിട്ട് ഒരു പോയിൻ്റ് മാത്രം കൊടുത്ത് തീർത്തു മതി. അപ്പോൾ അതിപ്പോൾ കൂടിപ്പോയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാറിൽ നമുക്ക് കൂടിപ്പോയെന്ന് അറിയാൻ പറ്റും. എങ്ങനെയെന്നറിയാം? സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട്. ഇപ്പം കൂടിയോ നമുക്കറിയില്ല. എന്നാലും ഇപ്പം അങ്ങനെ നിർത്തിയിരിക്കുകയാണേ. ഇപ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റിൽ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുക. ഇനി ആക്സിലേറ്റർ കുറയ്ക്കും സാവധാനം. അപ്പോൾ അതിന് എടുത്തതിന് ശക്കല എന്ത് കൂടിപ്പോയി? സ്പീഡ് കൂടും. അപ്പോൾ ആക്സിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം വളരെ സെൻസിറ്റീവാണ്. അത് നമുക്ക് ഇപ്പോഴൊന്നും അത് പിടികിട്ടില്ല, പഠിക്കുന്ന സമയത്തൊന്നും പിടികിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഈ കാറൊക്കെ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആക്സിലേറ്റർ പയ്യെ തൊടുകയും അതുപോലെ എടുക്കുകയും, അയ്യോ ഇത് ഇത്രയും സെൻസിറ്റീവാണ് സാറ് അന്ന് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലായില്ല എന്ന് നമുക്ക് പിന്നെ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെ ശ്രദ്ധിക്കാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷേ അതിൽ അതിപ്രധാനം എന്ന് പറയുന്നത് കാലിങ്ങനെ ആക്സിലേറ്ററിൽ തൊട്ടു, എന്നിട്ട് ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തും മതി. ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഇനി റോഡിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കാൻ ഞാൻ പറയുമ്പോൾ ഫസ്റ്റിൽ ഈ ഒരു പോയിന്റ് കൊടുത്തിട്ട് ഇനി ഞാൻ പറയുന്ന പോലെ ഇനി വേഗതയിൽ ചവിട്ടി താഴ്ത്തണം. 2, 3, 4, കുറച്ചൊരു വേഗതയിൽ 5, 6, 7 അല്ല, ഇവിടെ എല്ലാം കൊടുത്തിട്ട് അതുപോലെ എന്തായി പോകുന്നു? ബാക്കിലോട്ട് എടുത്ത് ഇവിടെ കിട്ടുക. ഇതെല്ലാം വളരെ നമ്മളറിയാതെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇനി കംപ്ലീറ്റ് ആക്സിലേറ്റർ കുറയ്ക്കും മുഴുവൻ. ആ എൻഡിൽ കൊണ്ട് സാവധാനം നിർത്താവും, കാലെടുത്തുകൊണ്ട് പോക്കളായിരുന്നു. ഇവിടെ കിട്ടിയ വീണ്ടും ഒരു പോയിന്റ് കൊടുക്കും, ഒറ്റ പോയിന്റ് മതി. അങ്ങനെ അപ്പോൾ ഒരു വണ്ടി പോയി തുടങ്ങിയേ. ഇനി ഞാൻ പറയണ്ടേ 2, 3, 4, 5 ഇല്ല, ഞാൻ പറയും പോലെ എന്ത് വരുന്നില്ല? ആക്സിലേറ്റർ വരുന്നില്ല. ഇതാണ് റോഡിൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ പല കുട്ടികളും റോഡിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ അവർ കൊടുക്കില്ല, അവരുടെ മനസ്സിനകത്തുള്ള പേടിയാണ്. അപ്പോൾ പേടി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു എക്സസൈസാണിത്. ഓക്കെ, വീണ്ടും ആക്സിലേറ്റർ കുറച്ചു. ഓക്കെ, എന്നിട്ട് 1 കൊണ്ട് നിർത്തും മതി. ഒരു ലെവൽ തൊട്ടാൽ മതി. ആയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പറയുമ്പോൾ അറയ്ക്കാതെ ചവിട്ടണേ. ഓക്കെ, 2, 3, 4, 5, 6, 7 ഞാൻ പറയും പോലെ എന്ത് താഴുന്നില്ല? ആക്സിലേറ്റർ താഴുന്നില്ല. കുറച്ചുകൂടെ ആക്സിലേറ്റർ കുറയ്ക്കും, നന്നായി കുറയിട്ട് ആണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ആക്ഷൻ വേണം, സ്പീഡ് വേണം. അപ്പോൾ വണ്ടിയിൽ എങ്ങനെ സ്പീഡ് കൂടുന്നു ഇനി നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വണ്ടിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും ആക്സിലേറ്റർ നന്നായി കുറച്ചു ഒരു പോയിന്റ് കൊടുത്ത് നിർത്തും. കൊടുത്ത് നിർത്തിയേ. ഇനി ഞാൻ പറയണേ 2, 3, 4, 5, 6 ഇല്ല, സ്പീഡ് വരുന്നില്ല. ചേച്ചി കുറച്ചുകൂടി വേഗത ചവിട്ടി നന്നായിട്ട് ആക്സിലേറ്റർ കുറച്ചു. ഒരു പോയിന്റ് കൊടുത്ത് നിർത്തി. ഇനി ഞാൻ വേഗത ചവിട്ടണേ. 2, 3, 4, 5, 6 മതി. 5, 4 ഓക്കെ, 4, 5 ഓക്കെ, 3, 2 ഓക്കെ, 3, 4, 5, 6 5, 4 സ്ലോ കംപ്ലീറ്റ് ആക്സിലേറ്റർ കുറയ്ക്കും. ഇത്രയും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അറയ്ക്കാതെ കൊടുക്കണം. വീണ്ടും കാല് ആക്സിലേറ്ററിലേക്ക് ഫസ്റ്റിലെ ആക്സിലേറ്ററിൽ കാല് തൊട്ടിട്ട് ഒരു പോയിന്റ് കൊണ്ട് നിർത്തണം. കൊടുത്തിട്ട് റോഡിൽ ഓടിക്കുന്ന എക്സസൈസാണേ. ഓക്കെ, 2, 3, 4, 5 വെരി ഗുഡ്. ആക്സിലേറ്റർ കുറയിട്ട് നന്നായി കുറയ്ക്കും. വെരി ഗുഡ്. വീണ്ടും പയ്യെ ആക്സിലേറ്റർ കൊടുക്കൂ മതി. പയ്യെ കുറയിട്ട് അല്ല, ഇതുപോലെയാണ് നമ്മൾ റോഡിൽ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് പേടിയുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ തോന്നില്ല. ഇനി ആക്സിലേറ്ററിൽ എപ്പോഴും കാലെടുക്കുമ്പോഴും കാലെവിടെ വരണം? കാല് ബ്രേക്കിൽ വരട്ടെ മതി. ബ്രേക്ക് വിടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് വിട്ട് കാല് എവിടെ പോകണം? കണ്ട് ആക്സിലേറ്റർ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാല് എവിടെ ഇരുന്നു? താഴെ തറയിൽ. അപ്പോൾ താഴെ തറയിൽ കാലിരിക്കാനേ പാടില്ല. ബ്രേക്കും ആക്സിലേറ്റർ മാത്രമാണ്. ഓക്കെ, ആക്സിലേറ്റർ ഒരു പോയിന്റ് കൊടുത്തോ? ഒരു പോയിന്റ് കൊടുക്കാവേ. ഓക്കെ, 2, 3, 4, 5, 6 സ്ലോ. രണ്ടാമത്തെ സ്ലോ പെട്ടെന്ന് കാല് എവിടെ വരണം? എന്നിട്ട് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. പോകാമെന്ന് പറഞ്ഞാൽ ഉടൻ കാല് വിട്ട് ആക്സിലേറ്റർ. വീണ്ടും സ്ലോ എന്ന് പറഞ്ഞു. ഏത് കുറച്ചു? ഓക്കെ, കറക്റ്റ്. ബ്രേക്ക് വിടൂ.
യെസ്. വീണ്ടും പോയിട്ട് സ്ലോ, രണ്ടാമത്തെ സ്ലോ, പോവാം, പോട്ട് ആക്സിലേറ്റർ കൊടുക്കൂ. യെസ്. സ്ലോ, രണ്ടാമത്തെ സ്ലോ, പോവാം, സ്ലോ, സ്റ്റോപ്പ്. പെട്ടെന്ന് വിളിച്ചാൽ അപ്പോഴും ഉണ്ടാകും. പറഞ്ഞാൽ അപ്പോഴും ആ സ്പോട്ടിൽ ഒറ്റ ചവിട്ട് മതി. ഇനി വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ വയ്ക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ള ആളാണ്. നമ്മുടെ കൈക്കും കാലിനും എല്ലാം സ്വാധീനമുണ്ട്, പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. ഇനി ആക്സിഡൻറ്റിൻ്റെ മറ്റൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിഡൻറ്റ് ഇപ്പോഴും ആ ഒന്നെന്ന് പറയുന്നതിൽ കൊടുത്തു വയ്ക്കും മതി. ഒന്നിലെ അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പോലെയല്ല, അതിപ്പോൾ ഒന്നെന്നുള്ള കൂടിപ്പോയെന്ന് തോന്നുന്നു, അല്പം കുറേട്ട് അത് ഒരുപാട് കൂടിപ്പോയി. ഒരു പോയിൻ്റ് മാത്രം കൊടുക്കും മതി. ഇപ്പോൾ ഒരു പോയിൻ്റാണേ. ഇനി രണ്ടാമത്തെ ഒരു പോയിൻ്റ് കൊടുത്ത് തീർത്തു മതി. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റ് കൊടുത്ത് തീർത്തു മതി. കണ്ട, അപ്പോൾ നമുക്ക് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് നിർത്താൻ കഴിയണം. പക്ഷേ കാർ ഓടിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ കൊടുത്ത് നിർത്താൻ പറയുമ്പോൾ പല കുട്ടികളും അത് കൊടുക്കുകയും വണ്ടി മൂവ് ചെയ്യുമ്പോൾ അറിയാതെ കാല് ഏതിൻ്റെ എടുത്ത് കളയുകയും ചെയ്യും, ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ക്രമപ്പെടുത്തി വയ്ക്കാൻ കഴിയില്ല. അവർ ആക്സിലേറ്റർ വയ്ക്കും. ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ പവറാണ്. ആ പവർ ഉണ്ടെങ്കിലേ വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആക്സിലേറ്റർ സ്റ്റേബിൾ ആകുമ്പോഴായിരിക്കും പഠിപ്പിക്കുന്ന സാറ് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലച്ച് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്ലച്ച് എന്ന് പറഞ്ഞൊരു ഉപകരണം പറഞ്ഞാൽ എൻജിൻ്റെ പവറിനെ ബാക്ക് വീലിലോട്ട് പകർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറക്റ്റ് ആ പകർത്തി കൊടുക്കുന്ന ടൈമിലായിരിക്കും നിങ്ങൾ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുന്നതോടൊപ്പം പവർ നഷ്ടം, എൻജിന് പവറില്ലാതായിരിക്കും. മനസ്സിലായ? അപ്പം ഒരാളിപ്പോൾ ഒരു വെയിറ്റ് എടുത്ത് വെച്ചേക്കണം, അയാൾക്ക് പെട്ടെന്ന് അയാൾക്കൊരു പെട്ടെന്ന് അയാൾക്ക് വീക്കായിപ്പോയി, ബോധമൊന്നും കിട്ടി വീഴുകയാണ്. അങ്ങനെ ലോഡെല്ലാം കൂടെ തലയിൽ വന്ന് വീഴില്ല, അതുപോലെ എൻജിനും ഓഫായിപ്പോയി. അപ്പോൾ എപ്പോഴും നമ്മൾ ആക്സിലേറ്റർ എന്ന് പറഞ്ഞത് കൊടുത്ത് വയ്ക്കാൻ കഴിയണം. ഒന്നിലോ രണ്ടിലോ മൂന്നിലോ, അത് എത്രയാണ് എന്നുള്ളത് ഓടിക്കുന്ന റോഡിനെ ആശ്രയിച്ചാണ് നാം അത് മനസ്സിലാക്കുന്നത്. ആക്സിലേറ്റർ കുറയ്ക്കും, നന്നായിട്ട് കുറയ്ക്കും. രണ്ടാമത്തെ സ്ലോ, ബ്രേക്ക് സ്ലോ ചെയ്യണം. പോകാം, ആക്സിലേറ്റർ. എന്നിട്ട് ആക്സിലേറ്റർ ഒരു പോയിൻ്റ് മാത്രം കൊടുക്കണം മതി. എന്നിട്ട് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു പോയിൻ്റ് കൂടെ മതി, മൂന്നാമത്തെ ഒരു പോയിൻ്റ് മതി. ഇത്രയേ ഉള്ളൂ. അത് ചവിട്ടുന്നതിൻ്റെ അളവുകൾ ശകലം എന്തായിപ്പോയി, കൂടിപ്പോയി. അത് കാറിലാകുമ്പോൾ നല്ലപോലെ ഇരയ്ക്കും. അപ്പോൾ നമ്മൾ ചവിട്ടിയ പവർ കൂടി. അത് 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആയിപ്പോയി, 5 എന്ന് പറഞ്ഞപ്പോൾ 6 ആയിപ്പോയി, അത്രയ്ക്കായിപ്പോയി കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇതുപോലെ ചവിട്ടി അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കണം. വീണ്ടും സ്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചു, ആക്സിലേറ്റർ ബ്രേക്ക് സ്ലോ ചെയ്യും. പോകാമെന്ന് പറഞ്ഞാൽ ഉടൻ വീണ്ടും ഇങ്ങനെ ബ്രേക്കിലും ആക്സിലേറ്ററിലും നമ്മൾ കാല് മാറി മാറി ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ബ്രേക്ക് ആക്സിലേറ്ററിന് ചില കുട്ടികൾക്ക് ഭയങ്കര ജോലിയാണ്. അപ്പോൾ നമുക്ക് ജോലിയാണ്, വിതിൻ സെക്കൻഡ്സിനകത്ത് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ബ്രേക്ക് ആക്സിലേറ്റർ ഇങ്ങനെ രണ്ട് കാലും മാറി മാറി വർക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ബ്രേക്ക് ഇങ്ങനെ താഴെ തട്ടി നിൽക്കണം. അങ്ങനെ ബ്രേക്ക് ചവിട്ടി വെച്ചുകൊണ്ടാണ് നമ്മളൊരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് ലാസ്റ്റ് ബ്രേക്കിൽ നിന്നാണ്. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മൾ ആക്സിലേറ്ററിൻ്റെയും ബ്രേക്കിൻ്റെയും നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത് നമ്മൾ നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.